ത്തിലേക്ക് അബദ്ധത്തിൽ അതിർത്തി കടന്നതിന് പാകിസ്ഥാൻ സൈന്യം പിടികൂടിയ BSF ജവാനെ മോചിപ്പിച്ചു. അട്ടാരി അതിർത്തി വഴിയാണ് BSF ജവാൻ പൂർണ്ണകുമാർ ഷായെ പാകിസ്ഥാൻ മോചിപ്പിച്ചത്. 10:30-ക്കാണ് അദ്ദേഹത്തെ ഇന്ത്യക്ക് കൈമാറിയത്. ദിവസങ്ങൾ നീണ്ട സൈനിക തല ചർച്ചകൾ ഉണ്ടായി. ആദ്യം പാകിസ്ഥാൻ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷമാണ് BSF ജവാൻ പാകിസ്ഥാന്റെ കസ്റ്റഡിയിലാകുന്നത്. സാധാരണ രീതിയിൽ വേഗത്തിൽ കൈമാറ്റം നടക്കാറുണ്ടെങ്കിലും പാകിസ്ഥാൻ ഒരു വിലപേശൽ തന്ത്രം എന്ന നിലയ്ക്ക് കൂടുതൽ ദിവസങ്ങൾ കസ്റ്റഡിയിൽ വെക്കുകയായിരുന്നു. അതിനിടയിലാണ് ഓപ്പറേഷൻ സിന്ദൂറൊക്കെ നടന്നത്. ഇപ്പോൾ അദ്ദേഹത്തെ കൊണ്ടുവരുന്ന BSF ജവാൻ പൂർണ്ണകുമാർ ഷായെ കൊണ്ടുവരുന്നതിൻ്റെ ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. 10:30-ക്കാണ് പാക് റേഞ്ചറെയും ഇതിനുശേഷം പൂർണ്ണകുമാർ ഷായെ പാകിസ്ഥാൻ കസ്റ്റഡിയിലെടുത്തതിന് 2 ദിവസങ്ങൾക്ക് ഇപ്പുറമാണ് പാക് റേഞ്ചർ ഇതുപോലെ സമാനമായ നിലയിൽ ഇന്ത്യൻ അതിർത്തിയിലേക്ക് എത്തുകയും ഇന്ത്യൻ BSFന്റെ കസ്റ്റഡിയിൽ പാക് റേഞ്ചർ ആവുകയും ചെയ്തത്. അങ്ങനെ സ്വാഭാവികമായും കമാൻഡർ തല ചർച്ചയിൽ നടക്കുന്ന തീരുമാനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇരുവരെയും കൈമാറിക്കുന്നത്. പി ബസന്ത് വിവരങ്ങളുമായിട്ട്. ബസന്ത്, ഇപ്പോൾ അദ്ദേഹത്തെ കൊണ്ടുവരുന്നതിൻ്റെ ദൃശ്യങ്ങൾ, ഒപ്പം തന്നെ പാക് റേഞ്ചറെ നമ്മൾ വിട്ടുകൊടുക്കുകയും ചെയ്യുന്നു. അത് സൈനികമായി പാലിക്കുന്ന മര്യാദകളിൽപ്പെട്ട കാര്യമാണ്. എങ്ങനെയൊക്കെയാണ് ചർച്ചകൾ നടന്നത്? എങ്ങനെയായിരുന്നു കൈമാറ്റം? ഇപ്പോൾ പാകിസ്ഥാൻ റേഞ്ചറെ കൂടി ഇന്ത്യ ഇപ്പോൾ മോചിപ്പിച്ചിരിക്കുന്നു. അതായത് BSF ജവാന് പിടികൂടിയതിൻ്റെ 2 ദിവസത്തിന് ശേഷമാണ് രാജസ്ഥാനിൽ നിന്നും ഒരു പാക് റേഞ്ചർ BSFന്റെ പിടിയിലാകുന്നത്. ഈ പാക് റേഞ്ചർ, അതായത് മുഹമ്മദ് അള്ള എന്ന പേരുള്ള പാക് റേഞ്ചറെ കൂടി BSF മോചിപ്പിച്ചു എന്നാണ് ഇപ്പോൾ പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് 2 പേരെയും കൈമാറി എന്നുള്ളതാണ് ഇപ്പോൾ അറിയുന്ന വിവരം. അതായത് പാക് റേഞ്ചറെയും വിട്ടയച്ചു, BSF കാരനായ പൂർണ്ണകുമാർ ഷായെയും മോചിപ്പിക്കാനുള്ള തീരുമാനമാണ് വന്നത്. അപ്പോൾ 2 കൂട്ടരെയും വിട്ടയച്ചുകൊണ്ടുള്ള ഒരു പരസ്പര കൈമാറലാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അട്ടാരി ബാഗ ചെക്ക് പോസ്റ്റ് വഴി, അതായത് ജോയിൻറ്റ് ചെക്ക് പോസ്റ്റ് വഴി പൂർണ്ണകുമാർ ഷാ ഇന്ത്യയിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ പാക് റേഞ്ചർ, ഇന്ത്യയുടെ പിടിയിലുണ്ടായിരുന്ന പാക് റേഞ്ചറെയും മോചിപ്പിച്ചു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മുഹമ്മദ് അള്ള എന്നാണ് പേര്. ഫിറോസ്പൂരിൽ നിന്ന് തന്നെയാണ് ഈ പാക് റേഞ്ചറും പിടിയിലാകുന്നത്. 2 പേരെയും അന്യോന്യം കൈമാറിക്കൊണ്ട് ഈ വിഷയം അവസാനിപ്പിച്ചിരിക്കുന്നു. പാക് റേഞ്ചറും മോചിതനായി എന്നാണ് ഇപ്പോൾ പാക് മാധ്യമങ്ങൾ നൽകുന്ന വിവരം.